नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। पिछली कक्षा में नाटक के बारे में कहा। हमारा नाटक का नाम है सकूबाई। नादरा ज़हीर बब्बर ने लिखी हुई एक नाटक है। नाटक का मंच के बारे में यहाँ कहा। बम्बई में रहने वाला मध्यवर्गीय परिवार का एक फ्लैट है। ये सुंदर और महंगे तरीके में सजा हुआ है। फ्लैट में बाईं ओर एक दरवाज़ा है। ये बाहर की ओर खुलता है। सीधे हम इस दरवाजे से सीधे हम फ्लैट के अंदर दाखिल होते हैं, प्रवेश करते हैं। कमरे के बारे में कहा तो रंग सज्जा के बारे में कहा तो कमरे में टेप रिकॉर्डर, टीवी, फ्रिज ये सब है। लेकिन घर बड़ी अस्त व्यस्त हालत में है। घर वाले जल्दी में घर से निकल गए हो। नाश्ते के बर्तन भी यानी कि मेज़ पर पड़े हुए हैं। कपड़े चप्पल ये सब इधर उधर बिखरे हुए हैं। बेडरूम का बिस्तर भी बिखरा है। चाय के कप ट्रे के साथ बिस्तर पर पड़े हैं। टेप रिकॉर्डर गलती से चालू रह गया है। FM रेडियो चल रहा है। उस समय बाहर से चाबी लगाने की आवाज़ आती है। उसके साथ सकूबाई बोलती है। बाहर से यहाँ सकूबाई बोलती है। അപ്പോൾ സക്കൂബായി എന്ന് പറയുന്ന നമ്മുടെ പ്രധാന കഥാപാത്രം പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. സക്കൂബായി തന്നെത്താൻ പറയുന്ന ഒരു അഭിനേതാവ്. ഇവിടെ സക്കൂബായി ആയിട്ട് വേഷമിട്ടിട്ടുള്ളത് സരിത ജോഷിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു, സരിത ജോഷിയാണ് സക്കൂബായിയുടെ റോൾ അവിടെ അഭിനയിച്ചിട്ടുള്ളത്. സരിത ജോഷി. അപ്പം നാദ്ര സഹീർ ബബ്ബറാണിത് എഴുതിയിട്ടുള്ളത്. ഏക പാത്രമേ ഉള്ളൂ, ഒറ്റ കഥാപാത്രമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നാടകം ആരംഭിക്കുകയാണ്. നാടകത്തിലെ സക്കൂബായി നമ്മൾ നേരത്തെ പറഞ്ഞു, പുറത്തുനിന്ന് വാതിൽ തുറക്കുന്ന ശബ്ദമുണ്ട്. അതിനോടൊപ്പം തന്നെ പുറത്തുനിന്ന് സംസാരിക്കുന്ന സ്വരം കേൾക്കുന്നുണ്ട്. സക്കൂബായി തന്നെ സംസാരിക്കുകയാണ്. സക്കൂബായി, അരേ ദേവാ, വാപ്പസ് ചാബി അടക്കി. मैम सबको कितनी बार बोली थी कि इस चाबी का कुछ करो. സക്കുബായി പറയണേ, അരേ ദേവാ, ഹേ ഭഗവാൻ, വാപ്പസ് ചാബി അടക്കി. വീണ്ടും ചാബി അതിൽ പെട്ടു. മേം സാബ്കോ കിത്നി ബാർ. മേം സാബ്കോ, ഞാൻ മാഡത്തിനോട് കിത്നി ബാർ ബോലി, എത്രയോ പ്രാവശ്യം പറഞ്ഞു. ഈ ചാബിക്ക കുച്ച് കരോ, ഈ ചാബി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ മേം സാബിനോട് പറഞ്ഞു. ബഡ്ബഡാത്തി ഹുയി സക്കൂബായി അന്തർ ആത്തി ഹേ. അപ്പോൾ ഈ ചാവി ഇട്ട് തുറക്കാനായിട്ട് പറ്റില്ല, തുറക്കാനായിട്ട് തടസ്സം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സക്കൂബായി അകത്തേക്ക് കയറുന്നത്. മാഡത്തിനോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞ് ചാവി നേരെയാക്കണം എന്ന് പറഞ്ഞു, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ബഡ്ബഡാത്തി, അങ്ങനെ പിറുപിറുത്തുകൊണ്ടാണ് സക്കൂബായി അന്തറാത്തി ഹേ, സക്കൂബായി അകത്തേക്ക് വരുന്നത്. അപ്പോൾ സക്കൂബായി വരുന്ന സമയത്ത് എല്ലാവരും അവരവരുടെ ജോലിക്കായിട്ട് പോയി. ആ സമയത്താണ് സക്കൂബായി വരുന്നത്. പുറത്തുനിന്ന് തുറക്കുന്നു, അകത്തേക്ക് കിടക്കുന്നു. വ 45-50 സാൽ കി മറാഠി ഔരത്ത് ഹേ. നമ്മുടെ സക്കൂബായി എന്ന് പറയുന്നത് ഒരു 45-50 വയസ്സ് പ്രായമുള്ള, 45-50 ഒരു 45-50 ആ റേഞ്ചിൽ ആ പ്രായമുള്ള एक मराठी औरत है, ഒരു മറാഠി സ്ത്രീയാണ് സക്കൂബായി. मेहनती होने की वजह से चौड़ी और मजबूत लगती है. കഠിനാധ്വാനിയാണ്. അപ്പോൾ ജോലി ചെയ്യുക കാരണം मेहनत होने की वजह से, काम करने की वजह से, कारण से चौड़ी और मजबूत लगती है. നല്ല സ്ട്രോങ് ആണെന്ന് പറയുന്നത്. നല്ല തടിയുണ്ട്, നല്ല സ്ട്രോങ് ആണ് നമ്മുടെ സക്കൂബായി. उसके हाथ पाँव गुर्दर एवं सख्त है. ഞാൻ അവൻ്റെ കയ്യും കാലൊക്കെ എന്താ പറയുന്നത്, ഗുർദർ, വളരെ റഫാണെന്ന് പറയുന്നത്. ഏവം സഖ്ത് ഹേ, നല്ല സ്ട്രോങ് ആണ്. പണിയെടുത്ത് കയ്യിനും കാലിനൊക്കെ നല്ല ശക്തി ഉണ്ടെന്ന് പറയുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ശരീരമാണെന്ന് പറയുന്നത്. ഗുർദറിന് റഫ്, പരിവൃത്ത കയ്യും കാലൊക്കെയാണ്. അതായത് പണിയെടുക്കണ വെറുതെ ഇരിക്കുകയല്ലോ, അതുകൊണ്ട് തന്നെ സോഫ്റ്റ് അല്ല, റഫാണ്.
और सख्त है വളരെ സ്ട്രോങ് ആണ് ബോഡിക്ക് നല്ല സ്ട്രോങ് ആണ് छोटी आंखें उड़ी हुई नाक सांवला रंग घने बाल जिनको उसने पीछे कर जूड़ा बनाया हुआ है ഇനി അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ സക്കുബായി ചോട്ടി ആംഗ്യം ചെറിയ കണ്ണുകളാണ് ഉടി ഹുയി നാക്ക് അതായത് ഉയർന്ന മൂക്കാണ് സാവല രംഗ് ഇരുണ്ട നിറാണ് ഘനെ ബാൽ നല്ല തിക്കായിട്ടുള്ള മുടിയുണ്ട് ജിൻ കോസ്നെ പീച്ചെ കർ ജൂഡ ബനായ ഹുവാ ഹെ അപ്പം മുടിയെ പിന്നി കെട്ടി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പീച്ചേക്കർ ജൂഡ ബനായ ഹുവാ ഹെ പിന്നിലേക്ക് കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മുടെ സക്കുബായുടെ ചിത്രം എന്ന് പറയുന്നത് പിന്നി കെട്ടി വെച്ചിരിക്കുന്ന മുടി അതുപോലെ തന്നെ ഇരുണ്ട നിറം നല്ല തിക്കായിട്ടുള്ള മുടിയുണ്ട് ഉയർന്ന മൂക്കാണ് ചെറിയ കണ്ണുകൾ കൈയും കാലൊക്കെ നല്ല സ്ട്രോങ് ആണ് അതൊക്കെയാണ് നമ്മുടെ സക്കുബായുടെ രൂപം ഗലേമേ കാലാദാഗ ഖാലി ഖാൻ കലായിമേ പൂജാക്കി മൗലി എന്താ പറയുന്നത് കഴുത്തിൽ കാലാദാഗ എന്ന് പറഞ്ഞാൽ കറുത്ത ചരട് കഴുത്തിലൊരു കറുത്ത ചരട് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സക്കുബായുടെ ചിത്രം അതിൽ കിടക്കുന്നുണ്ട് കറുത്ത ചരടാണ് കഴുത്തിൽ കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഖാലി ഖാൻ കമ്മലൊന്നും ഇട്ടിട്ടില്ല ഒഴിഞ്ഞ കാതാണ് ഖാൻ എന്ന് പറഞ്ഞാൽ ഇയർ കലയമേ പൂജാക്കി മൗലി ഇനി കൈത്തണ്ടയിൽ കലയിൽ നിന്ന് പറഞ്ഞാൽ കൈത്തണ്ടയിൽ പൂജാക്കി മൗലി പൂജ ചെയ്ത് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ജപിച്ച് കിട്ടിയിട്ടുള്ള ഒരു ചരടാണ് കൈമ കേൾക്കുന്നത് उसने पुरानी सी साड़ी और उससे मेल खाता हुआ ब्लाउज पहन रखा है ഇനി സക്കുബായി ധരിച്ചിട്ട് പുരാനി സി സാരി ഒരു പഴയൊരു സാരിയാണ് ധരിച്ചിട്ടുള്ളത് അതുപോലെ ഉസ്സേ മേൽ കാത്താ ഹുവ അപ്പോൾ അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള ബ്ലൗസും ധരിച്ചിട്ടുണ്ട് വ ചോട്ടെ ചോട്ടെ കഥം രക്തി ഹേ വളരെ ചെറിയ ചെറിയ കാലടി വെച്ചിട്ടാണ് അവർ നടക്കുന്നത് ചോട്ടെ ചോട്ടെ കഥം ചെറിയ സ്റ്റെപ്പുകൾ വെച്ചിരുന്നത് അവർ തേസ് ചൽത്തി ഹേ ചെറിയ സ്റ്റെപ്പുകളായാലും വേഗത്തിൽ നടക്കുന്നുണ്ട് ഉസ്കി ആവാസ് ബാരി ഹേ നല്ല ഉയർന്ന ശബ്ദമാണ് നല്ല ആവാസ് ബാരി ഹേ നല്ല എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഉറക്കെ സംസാരിക്കുന്ന പ്രകൃതിയാണ് ഇവ തമ്പാക്കു ഖാത്തി ഹേ പുകയില നമ്മൾ മുറുക്കാനായിട്ട് ചവക്കില്ലേ അപ്പോൾ അതങ്ങനെ കഴിക്കുന്ന ഒരു ശീലമുള്ള ഒരു സ്ത്രീയാണ് ഇവ തമ്പാക്കു ഖാത്തി ഹേ സക്കുബായി അന്തർ ആക്കർ ഛത്രി ബന്ദ് കർക്കെ ഏക തരഫ് രക്തി ഹേ അങ്ങനെ സക്കുബായി അകത്തേക്ക് വന്ന് ഛത്രി ബന്ദ് കർക്കെ കുട മടക്കിയിട്ട് ഏക തരഫ് രക്തി ഹേ ഒരു ഭാഗത്ത് കുട മടക്കിയിട്ട് അവിടെ വെക്കുന്നു അപ്പോൾ ഇതിനിടയിൽ സക്കുബായി അകത്തേക്ക് വരുമ്പോൾ പിറുപിറുത്തുകൊണ്ട് വരുന്നതാണ് നമ്മൾ പറഞ്ഞത് കാരണം എന്തിനെക്കുറിച്ചാണ് പിറുപിറുത്തുന്നത് ചാവിയെക്കുറിച്ചാണ് പറയുന്നത് മേം സബ്കോ കിത്തനി ബാർ മെനെ കഹാ ഞാൻ എത്രയോ പ്രാവശ്യം മാം സാറിനോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് ചാവിക്ക കുച്ചുകരോ ഈ ചാവി നേരെയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു നമ്മൾ സക്കുബായിയെക്കുറിച്ച് ചെറുതായിട്ടൊരു പരിചയപ്പെടുത്തലോടെ നമ്മൾ നടത്തി സക്കുബായി അരേ ദേവാ കിത്തന പാനി ഇപ്പോൾ കുട മടക്കി അകത്ത് വയ്ക്കാൻ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പുറത്ത് നല്ല മഴയുണ്ട് പറയുന്നുണ്ട് കിത്തന പാനി എന്താ വെള്ളം എന്ന് പറഞ്ഞിട്ടാണ് അതായത് മഴ പെയ്ത് നനഞ്ഞിട്ടാണ് വരുന്നത് अचानक उसे रेडियो की आवाज़ सुनाई देती है वह चौंक कर इधर उधर देखती है उसकी नज़र रेडियो पर पड़ती है डर कर धीरे से रेडियो की तरफ झांकती है പെട്ടെന്നാണ് അകത്തേക്ക് കിടന്ന് വെള്ളം ആകെ നിറച്ച് വെള്ളമാണല്ലോ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറിയ സമയത്താണ് റേഡിയോയുടെ സൗണ്ട് കേൾക്കുന്നത് റേഡിയോയുടെ സൗണ്ട് കേട്ടിപ്പോൾ ഞെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് പിന്നീടാണ് റേഡിയോ അവർ കാണുന്നത് അങ്ങനെ ഡർക്കർ ധീരേസ് റേഡിയോയ്ക്ക് തരം ജാങ്തി ഹെ പേടിച്ചിട്ടാണ് പേടിച്ചിട്ട് ധീരേസ് വളരെ പതുക്കെ റേഡിയോയ്ക്ക് തരഫ് ജാങ്തി ഹെ റേഡിയോയുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുകയാണ് ജബ് ഉസെ സമജ് മേ ആത്താ ഹെ കി റേഡിയോ കി ആവാസ് ഹെ തോ ബോൾത്തി ഹെ അപ്പോൾ നമുക്ക് അങ്ങനെ ജബ് ഉസെ സമജ് മേ ആത്താ ഹെ അവരുടെ മനസ്സിൽ തോന്നാണ് വരുന്നതിനെ റേഡിയോയ്ക്ക് ആവാസ് ഹേ തോ ബോൾത്തെ ഇനി റേഡിയോയുടെ ശബ്ദമാണോ അതോ സംസാരിക്കുന്നതാണോ സമയത്ത് സക്കുബായി ये देखो ടേപ്പ് റിക്കാർഡർ ഖുലാ ചോട് കർ ഗയേ ഹേ ഇത് നോക്കിയേ ടേപ്പ് റിക്കാർഡർ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് പോയിരിക്കുന്നത് ഭൂതംക്കോ സുന്നക്കില്ലേ ഭൂതങ്ങൾക്ക് പ്രേതങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഇസ്കോ ബന്ദ് കൈസേ കന്നേക്കാ ഇതിനിപ്പോൾ ഇതെങ്ങനെയാണ് അത് ഓഫാക്കുക ഇപ്പോൾ റേഡിയോ ആണെന്ന് കരുതി മെല്ലെ എത്തിച്ചു നോക്കുകയാണ്
പക്ഷേ പിന്നീടാണ് മനസ്സിലായത് റേഡിയോ എന്നല്ല, ഇവിടെ ടേപ്പ് റെക്കോർഡറും ഓൺ ചെയ്ത് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. സക്കുബായി ടേപ്പ് റിക്കാർഡർ കെ പാസ് ജാത്തി ഹേ. അങ്ങനെ സക്കുബായി ടേപ്പ് റിക്കാർഡറിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഡർത്തെ ഡർത്തേക്ക് ബട്ടൺ ദബാത്തി ഹേ. പേടിച്ച് ഒരു ബട്ടൺ അമർത്തി. ടേപ്പ് റിക്കാർഡർ കി ആവാസ് തേസ് ഹോ ജാത്തി ഹേ. ടേപ്പ് റിക്കാർഡറിൻ്റെ ശബ്ദം എന്തുണ്ടായത്? ബട്ടൺ അമർത്തി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഉറക്കി. വഹ് ഗബരാക്കർ ടേപ്പ് റിക്കാർഡർ കാ താർ ഖീഞ്ച് ദേത്തി ഹേ. അപ്പോൾ അവർ പേടിച്ചിട്ട് ടേപ്പ് റിക്കാർഡറിൻ്റെ വയറ് ഖീഞ്ച് ദേത്തി ഹേ, വലിച്ചിടാണ് ചെയ്യുന്നത്. സക്കുബായ് ചലോ ബന്ദ് ഹോ ഗയാ. അപ്പോൾ സക്കുബായ്ക്ക് സന്തോഷമായി. ബട്ടൺ അമർത്തിയ സൗണ്ട് കൂടെ ചെയ്ത് ഇത് വലിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ടേപ്പ് റിക്കാർഡർ ഓഫായി. സക്കുബായി പാസ് രഖേ നാപ്കിൻ സെ ഹാത്ത് മുഹ് പോഞ്ചത്തി ഹേ. അപ്പോൾ സക്കുബായി എടുത്ത് വെച്ചിട്ടുള്ള നാപ്കിൻ ഉണ്ട്, ടിഷ്യൂ പേപ്പർ ഉണ്ട്, അതെടുത്തിട്ട് കയ്യും മുഖമൊക്കെ ഒപ്പുന്നു. സക്കുബായി ബിൽക്കുൽ ബീ ഗയി ബാഹർ ഇത്ര പാനി. അപ്പോൾ സക്കുബായി പറയണേ മൊത്തത്തിൽ നനഞ്ഞു എന്ന് പറയണേ. ബാഹർ ഇത്ര പാനി, പുറത്ത് നിറച്ച് വെള്ളമാണ്, ആകെ നനഞ്ഞു എന്ന് പറയണേ. ബിക്രി ഹുയി ചീസോം പർ നസർ പെടുത്തേ ഹി. അങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. ബിക്രി ഹുയി പരന്ന് കിടക്കുന്ന വസ്തുക്കളിലേക്ക് നോക്കിക്കൊണ്ട് പറയണേ. സക്കുബായി പറയണേ യേ ദേഖോ ये लोग घर की ऐसी हालत करके जाते हैं जैसे कि कोई बम फट गया हो. അപ്പോൾ സക്കുബായി അവിടെ പരന്ന് കിടക്കുന്ന സാധനങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത്, നോക്കി എന്താ കാണുന്നത്? ഈ വീട്ടിലെ ആളുകൾ ഐസി ഹാലത്ത് കർക്കെ ജാത്തെ ഹേ, ഇങ്ങനൊരു അവസ്ഥയിലാക്കിയിട്ടാണ് പോകുന്നത്. കൊയ് ബം ഫട്ട് ഗയാ ഹോ, ഏതോ ബോംബ് പൊട്ടിയതുപോലെ ആകെ പരന്നിട്ടാണ് കിടക്കണം വീടിൻ്റെ ഉള്ളിൽ. എന്നിട്ടാണ് അവർ പോയിരിക്കുന്നത്. അവർ ഏ ലോക് ജൈസെ ബൈഠേ വൈസേ ഹി ഉട്കർ ഭാഗയെ. ഈ ആളുകൾ എങ്ങനെയാണോ ഇരുന്നിരുന്നത് അതുപോലെ തന്നെ എഴുന്നേറ്റ് പോയിരിക്കുക. ഏ ലോക് ജൈസെ ബൈഠേ വൈസേ ഹി ഉട്കർ ഭാഗയെ. എങ്ങനെ ഇരുന്നത് അതുപോലെ തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയിരിക്കുക. അരേ ബാബ അപ്പനാ ഹി ഗർഹന, സ്വന്തം വീടിനല്ലേത്. തോട ബഹുത്തോ ടീക് ടീക് കർക്കെ ജാവോ. കുറച്ചെങ്കിലും ഒന്ന് വൃത്തിയാക്കിയിട്ട് പൊക്കൂടെ ചോദിക്കുകയാണ്. തോട ബഹുത്തോ ടീക് ടാക്ക് കർക്കെ ജാവോ, ഒന്ന് വൃത്തിയാക്കിയിട്ട് പൊക്കൂടെ. ലേക്കിൻ പക്ഷേ ഇല്ല. കാരണം എന്താ? സാരി ചീസേ ഇധർ ഉധർ. അബ് യേ ഗീല ടവൽ കുർസി പർ ഡാലോഗെ തോ പോളിഷ് ഖരാബ് ഹോയേഗി കി നഹി. അവിടെ പറയണേ വീടൊന്ന് വൃത്തിയായിട്ട് ആരും ആക്കിയിട്ട് പോരുന്നില്ല. അവരൊക്കെ എഴുന്നേൽക്കുന്നു, പോകുന്നു. എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ പരന്നു കിടക്കുന്നു. ഗീല ടവൽ, നനഞ്ഞ ടവല്. കുർസി പർ ഡാലോഗേത്തോ, കസേരയുടെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പോളിഷ് ഖരാബ് ഹോ ജായേഗി, അതിൻ്റെ പോളിഷ് എല്ലാം കേടുവരുമെന്ന് പറയണേ. അതറിയില്ലേ ചോദിക്കണേ. പറയേ ലോക് നഹി സോച്ചത്തെ. പക്ഷേ ഈ ആളുകൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല. നഹി സോച്ചത്തെ തോ ന സോച്ചേ മേരെ കൊക്ക. തന്നെത്താൻ പറയണേ നഹി സോച്ചത്തെ തോ, ചിന്തിക്കുന്നില്ലെങ്കിൽ ന സോച്ചേ മേരെ കൊക്ക, ചിന്തിച്ചില്ലെങ്കിൽ എനിക്കിപ്പോൾ എന്താ. ചലോ സക്കുബായി കാം കർ ലഗ് ജാവോ. പോകെ സക്കുബായി തന്നെന്താൻ പറയണേ. ചലോ സക്കുബായി കാം പർ ലഗ് ജാവോ, ജോലി തുടങ്ങാൻ പറയണേ. യഹാം പർ ബി കിത്തനി ചീസേ ഫേങ്ക് കർ ഗയേ ഹേ. ഇവിടെ തന്നെ എത്രയോ സാധനങ്ങളാണ് വലിച്ചെറിഞ്ഞിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ രാവിലെ വന്ന് കയറിക്കഴിഞ്ഞാൽ വൈകുന്നേരം പോകുന്നത് വരെ സക്കുബായിക്ക് കയ്യിനും കാലിനൊന്നും ഒഴിവില്ല. അതായത് ഫുൾ പണിയാണ്. കാരണം എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് ഓരോന്നും വെക്കേണ്ട സ്ഥലങ്ങളിലല്ല വലിച്ചു വാരി ഇട്ടിരിക്കുന്ന അവസ്ഥയിലാണ് വീടിരിക്കുന്നത്. അപ്പോൾ മതി സക്കുബായിയുടെ പണി തുടങ്ങിക്കൊന്ന് അവിടെ നമ്മുടെ സക്കുബായി തന്നെ പറയണം. ടേബിൾ പർ പടേ ഹെയർ കർലർ കോ ദേക്കർ. ഇപ്പോൾ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഹെയർ കർലർ, അതായത് മുടി ചുരുട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് കണ്ടിട്ട് പറയണേ മേം സാബി കുച്ച് കം നഹി. മേം സാബും ഒട്ടും മോശമല്ല. റോസ് ലഗാത്തി ഹേ അവർ റോസ് വഹീം ചോട് ജാത്തി ഹേ. ഡെയിലി ഇത് ഉപയോഗിക്കുന്നുണ്ട്, എന്നിട്ട് അവിടെ തന്നെ വെച്ച് പോകുന്നു. അപ്പോൾ ഹെയർ കർലർ ഉപയോഗിച്ചിട്ട് അത് ബാത്റൂമിലേക്ക് തിരിച്ച് വെക്കുന്നില്ല, അത് എടുത്ത് അവിടെ തന്നെ വെച്ച് പോവുക. അത് മേം സാബു ആയാലും ഇത് തന്നെ ചെയ്യുന്നത്, ഒട്ടും മോശമില്ല എന്ന് പറയണം. കാത്തേ ഹോയേ ഹെയർ കർലർ ബാത്റൂമേ രഖ്നെ ജാത്തി ഹേം.
ഇതും പറഞ്ഞുകൊണ്ട് മുറിയിലുണ്ടായിരുന്ന ഈ ഹെയർ കർലർ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി വെക്കാനായിട്ട് സക്കുബായി പോകുന്നു. ഷായത് ബാത്റൂം കി ഹാലത്ത് ബി അസ്ത് വ്യസ്ത് ഹേ. ഇനിയിപ്പോൾ ബാത്റൂമിലെ അവസ്ഥ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയായിരിക്കും. ആകെ വലിച്ചു വായി പരന്ന് കിടക്കുന്നുണ്ട്. അവിടുത്തെ അവസ്ഥ മോശമായിരിക്കും. ബാത്റൂം കി അന്തർ സേ ബോൾത്തി ഹേ. അങ്ങനെ എയർ കർലറെ കൊണ്ടുവയ്ക്കാനായിട്ട് ബാത്റൂമിൽ പോകുന്നു. ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സക്കുബായി സംസാരിക്കുന്നതാണ് ഈ അടുത്ത് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ ഇതിൽ മൊത്തം കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സക്കുബായി തന്നെയാണ്. വേറൊരാൾ അതിൻ്റെ ഉള്ളിൽ വരുന്നില്ല. സക്കുബായി അപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. കോൾഗേറ്റ് തക് ഖുലാ ചോഡ്കർ ഗയേ ഹേ. കോൾഗേറ്റ് വരെ തുറന്നിട്ടിട്ടാണ് പോയിരിക്കുന്നത്. അത് ബ്രഷിൽ തേക്കാനായിട്ട് പേസ്റ്റ് എടുത്തിട്ട് അത് അടച്ചു വയ്ക്കാതെ പോയിരിക്കുന്നത്, തുറന്ന് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഉൻകോ പതാ ഹേന ആയേഗി സക്കുബായി. അവർക്കറിയാം സക്കുബായി വരില്ലേ. കരേഗി സാരാ കാം. കരേഗി ബാബ കരേഗി. അപ്പോൾ സക്കുബായി പറയാം അവർക്കറിയാം സക്കുബായി വരില്ലേ. കരേഗി സാരാക്കാം കരേഗി. ആ എല്ലാ പണിയും അവർ ചെയ്തോളും. അരേ പർ സൗ കാം ഹേ. പക്ഷെ ഇവിടെ 100 പണിയുണ്ട്. 5 तो तुम करके जाओ लेकिन नहीं. सब लोग यही सोचते हैं कि भाई रखी है तो हम काम क्यों करें. അപ്പോൾ 100 പണിയുണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 5 तो तुम करके जाओ. ഒരു 5 എണ്ണെങ്കിലും നിങ്ങൾക്ക് ചെയ്തിട്ട് പൊക്കൂടെ. लेकिन नहीं. പക്ഷേ ഇല്ല, ചെയ്യില്ല. हम लोग यही सोचते हैं कि हम लोग അല്ല सब लोग എല്ലാ ആളുകളും ചിന്തിക്കുന്നത് ഇതാണ്. ഭായി രഖി ഹേ. ഭായിനെ വെച്ചിട്ടില്ലേ, സക്കുബായിനെ വെച്ചിട്ടില്ലേ. തോ ഹം കാം ക്യോം കരെ. പിന്നെന്താണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. പണിക്കാരെ വെച്ചിട്ടുണ്ട്, സക്കുബായി വെച്ചിട്ടുണ്ട്. സക്കുബായി വരുമെന്നറിയാം. പിന്നെന്താണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഫോക്കറ്റ് കി പകാർ ദേത്തേ ഹേ ക്യാ. വെറുതെയാണോ കൂലി കൊടുക്കുന്നത്. അപ്പോൾ പണിയെടുത്ത് കഴിഞ്ഞാൽ കൂലി കിട്ടുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ഫോക്കറ്റ് കി പകാർ, അതായത് ഫ്രീ ആയിട്ട് ശമ്പളം കൊടുക്കുക. അപ്പോൾ വെറുതെയാണോ, ഫ്രീ ആയിട്ടാണോ ശമ്പളം കൊടുക്കുന്നത്. പിന്നെന്താ, സക്കുബായി വന്നിട്ട് ചെയ്തോട്ടെ. ബാത് ബി ടീക്ക് ഹേ പകാർ തോ ദേത്തേ ഹി ഹേ. പറയുന്നത് ശരിയാണ്, ശമ്പളമൊക്കെ തരുന്നുണ്ട്, കൂലിയൊക്കെ തരുന്നുണ്ട്. പകാർ ലേത്തേ ഹേ തോ കാം തോ കർനാ ഹി പടേഗന. കൂലി വാങ്ങിക്കുന്നില്ലെങ്കിൽ പണിയെടുക്കേണ്ടി വരില്ലേ. കരേഗി, ചെയ്യും, പണിയെടുക്കും. കരേഗി സാരാക്കാം, ചെയ്യും, എല്ലാ പണിയും ചെയ്യും. ഹാ ബാബ സക്കുബായി കരേഗി സാരാക്കാം. അതെ, സക്കുബായി എല്ലാ പണി ചെയ്യും. ചൽ സക്കു ആലസ് ചോടോ കാം കരോ. പോകൂ സക്കു, മടി ഉപേക്ഷിച്ചിട്ട് ജോലി ചെയ്യേ. വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, പണിയെല്ലാം ചെയ്യണം. 100 പണിയുണ്ട്, അത് മുഴുവൻ ചെയ്യണം. ചോദിക്കുക എങ്ങനെയാണ്, ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്. ബൈനെ വെച്ചിട്ടില്ലേ, അപ്പോൾ അവരെല്ലാം ചെയ്തോളും. കൂലി കൊടുക്കുന്നില്ലേ, വെറുതെ കൂലി കൊടുക്കുമോ, ഇല്ല. അപ്പോൾ കൂലി കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സക്കുബായി ജോലി ചെയ്യണം. അപ്പോൾ സക്കുബായി പോയിട്ട് മടിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ജോലി ചെയ്തോന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ സംസാരിക്കണം. വയസ്സേ തോ മേരെ സാഹബ് മേം സാബ് ബഹുത് അച്ഛേ ഹേ. എങ്ങനെയായാലും എൻ്റെ സാറും മേം സാബും വളരെ നല്ല ആളുകളാണ്. സാഹബ് കാ നാം ഹേ കിഷോർ കപൂർ. ഈ സാറിൻ്റെ പേര് കിഷോർ കപൂർ എന്നാണ്. और മേം സാബ് കാ നാം പൂജ കപൂർ. മേം സാബിൻ്റെ പേര്, മാഡത്തിൻ്റെ പേരെന്താണ്, പൂജ കപൂർ എന്നാണ്. 2 ബച്ചേ ഹേ. 2 മക്കളുണ്ട്. ബഡി ബേബി ഹേ തെരെ 14 സാൽ കി. ഈ മൂത്ത മോള് ഒരു 13-14 വയസ്സ് പ്രായമുള്ള മകളാണ്. ഇംഗ്ലീഷ് നാം രക്കാ ഹേ. ഇംഗ്ലീഷ് പേരാണ് വെച്ചിട്ടുള്ളത്. കുട്ടിയുടെ പേര് ഇംഗ്ലീഷ് പേരാണെന്നാണ് പറയുന്നത്. പേരിങ്ങനെയാണ്, പോമല. അപ്പോൾ സാഹബ് കാ നാം ഹേ കിഷോർ കപൂർ, മേം സാബ് കാ നാം ഹേ പൂജ കപൂർ. ഉനക്ക് 2 ബച്ചേ ഹേ. അവർക്ക് 2 മക്കളുണ്ട്. ബഡി ബേട്ടി കാ നാം ഹേ പോമല. പഹലെ മേരെ കോ പോമല ബോലനെ കോ നഹി ആതാ താ. അപ്പോൾ ഈ പോമല എന്നുള്ള ഇംഗ്ലീഷ് പേര് ഉച്ചരിക്കാനായിട്ട് നമ്മുടെ സക്കുബായിക്ക് സാധിച്ചിരുന്നില്ല. പോമല ബോലനെ കോ നഹി ആതാ താ, പറയാനായിട്ട് പേര് പറയാൻ കിട്ടിയിരുന്നില്ല. മുഹ് മേം സേ ഹവ നിക്കൽ ജാത്തി തീ. സംസാരിക്കും, പോമല എന്ന് പറയുമ്പോൾ വായയിൽ എന്താ പറയുക, വായുന്ന് വായു മാത്രമേ പോകുള്ളൂ, കാറ്റ് മാത്രമേ പുറത്ത് പോയിരുന്നുള്ളൂ. ജബ് മേ ഉസേ ബേബി ബേബി പുകാർത്തി തീ തോ കത്തി തീ. അപ്പോൾ പോമലയുടെ പേര് പറയാനായിട്ട് കിട്ടാത്തത് കൊണ്ട് പോമലേനെ വിളിച്ചിരുന്നത് ബേബി എന്നാണ് വിളിച്ചിരുന്നത്.
അപ്പോൾ ഒരു 13-14 വയസ്സായിട്ടുള്ള കുട്ടിയാണ്, ഇത്തിരി പ്രായമായ പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ബേബി എന്ന് കേൾക്കുമ്പോൾ മോശം തോന്നാണ്. ഞാൻ പറയുന്നത് സക്കുബായി തൂ മുജെ ബേബി മത് ബോലാക്കർ. അപ്പോൾ പോമല പറഞ്ഞു, എന്നെ നിങ്ങൾ ബേബി എന്ന് വിളിക്കരുതെന്ന് പറയണം. മേം സാബും പറഞ്ഞു എന്തെന്ന്, സക്കു അബുവോ ബടി ഹോ ഗയി ഹേ. സക്കു അവളിപ്പോൾ വലുതായി, ഉസേ നാം സേ പുകാർക്കാർ, അവളെന്നെ പേര് വിളിച്ചാൽ മതി എന്ന് പറയണേ. ബേബി എന്ന് വിളിക്കണ്ട, അവൾ വലുതായി, അവളെന്നെ പേര് വിളിച്ചാൽ മതി എന്ന് പറയണേ. അരേ ക്യാ നാം സേ പുകാരും, മുഹ് മേം സേ ഹവാ നിക്കൽ ജാത്തി ഹേ. ഞാനെങ്ങനെയാണ് പേര് വിളിക്കുക? പേര് വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സൗണ്ട് പുറത്തേക്ക് വരില്ല, കാറ്റ് മാത്രമാണ് പുറത്തേക്ക് വരുന്നത് വായെന്ന്. തോ ഹമാരെ വഹാ ജഹാ മേ രഹത്തി ഹും വഹാ മേക്ക് ബാൻഡ് വാല രഹ്നെ കോ ആയ. അപ്പം ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് അവിടെ ഒരു ബാൻഡ് വാല താമസിക്കാനായിട്ട് വന്നു. ബാജു വാലി കോലി മേഹി. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു മുറിയിലാണ് അയാൾ താമസിച്ചിരുന്നത്. ബാജുവാല കോലി മേഹി. അത് ചെറിയൊരു ഷെഡാണ്, അവിടെയാണ്, ഞങ്ങളുടെ അടുത്തുള്ള ഷെഡിലാണ് അയാൾ താമസിച്ചിരുന്നത്. കോലി ക്യാ കാഞ്ചാത്ത. കോലി എന്ന് പറയാൻ പറ്റില്ല, ഒരു മുറി, ഒരു വലിയ കൊട്ടയുടെ വലിപ്പമുള്ള ഒരു ചെറിയ മുറി, അതിലാണ് താമസിച്ചിരുന്നത്. അരേ കാഞ്ചാക്കാവോ ഐസേ ഹി ടേബിൾ ജൈസാത്ത. അതൊരു മുറിയാണ്, കണ്ടു കഴിഞ്ഞൊരു ടേബിളിൻ്റെ അത്ര വലിപ്പമുള്ള അത്രയും ചെറിയൊരു മുറിയിലാണ് അയാൾ താമസിച്ചിരുന്നത്. ഉസീമേ ഓ അപ്പന സാമാൻ രക്താത്ത. അപ്പം അവിടെയാണ് അയാളുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. മഗർ ഒരു റോസ് സുബ ഉഡ്കർ ജോർ സേ അപ്പനെ പ്രാക്ടീസ് കർത്താത്ത. ഈ ബാൻഡ്വാല എന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വളരെ ഉറക്കെ അയാൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഏക് ദിൻ മേ ഘർ പർ ഹി തീ ഓർ ഉസ്കി പ്രാക്ടീസ് ചാലും. അങ്ങനെ നമ്മുടെ സക്കുബായി ഒരു ദിവസം വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നത്. തോ മേരി ലടുക്കി സായിലി അന്തർ സെ പോലി. ആ സമയത്ത് എൻ്റെ മോള് സായിലി, സക്കുബായുടെ മോളുടെ പേരാണ് സായിലി എന്നാണ് പേര്. അവൾ ഉള്ളിൽ നിന്ന് പറയണേ, ആയ് തൂ ബാജെ വാലയ്ക്ക് സാത്ത് ബൈഠ് പ്രാക്ടീസ് കർ. ആ സൈഡിൽ താമസിക്കുന്ന അയാളെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അയാളുടെ അടുത്ത് പോയിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറയാണ് സായിലി. തേരേക്കോ പോമല പോലെ ആ ജായക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബേബി എന്ന് വിളിക്കുന്ന നിർത്തിയിട്ട് പോമല എന്ന് വിളിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ പോംബും പോമല ആകയ. അപ്പം അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പോമല എന്ന് വിളിക്കാനായിട്ട് സക്കുബായിക്ക് സാധിക്കണം. അപ്പം അതുവരെ ബേബി എന്ന് വിളിച്ചത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോംബും പോമല എന്ന് അവസാനം വിളിക്കാനായിട്ട് സാധിക്കണം. ദൂസരേ ദിൻ മേ ആയി. അടുത്ത ദിവസം ഞാൻ വന്നു. മേനെ കഹ. അപ്പം ഞാൻ പറയാണ് ബേബി പോമല ബേബി. അങ്ങനെ ഒരു ദിവസത്തെ അവിടെ പ്രാക്ടീസ് ചെയ്ത് പിറ്റേ ദിവസം വന്നു. സക്കുബായി പോമലേനെ വിളിക്കുകയാണ് പോമല ബേബിന്ന്. തോ ബഡി ഹൈരാൻ ഹോക്കർ ബോലി, സക്കു തേരേക്കോ പോമല പോലാകയ. എന്നെ പോമല എന്ന് വിളിക്കാൻ പറ്റിയോ ചോദിക്കണേ. ചോട്ടാ ബാബാ ഹേ 8 साल का. ഇപ്പോൾ 2 മക്കളാണ് പറഞ്ഞത്. ബഡ ബേബി ഉസ്കാ നാം ഹേ പോമല, ഏക്ക് അംഗ്രേസി നാം ഹേ. അതുപോലെ തന്നെ ഏക്ക് ചോട്ടാ ബേട്ട ഹേ 8 साल का बेटा, उसका भी ഇംഗ്ലീഷ് നാം ഹേ റൗക്കി. ആ കുട്ടിയുടെ പേരും ഇംഗ്ലീഷ് പേര് തന്നെയാണ്, റൗക്കി എന്നാണ് പേര്. ഉസ്കോ റൗക്കി കാക്കർ പുക്കാർത്തേ ഹേ. അപ്പോൾ അവനെ വിളിക്കുന്നത് റൗക്കി എന്ന് തന്നെയാണ്. അവനെ പേര് വിളിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ സക്കുബായിക്ക്. റൗക്കി എന്ന് പറയാൻ പറ്റുന്നുണ്ട്. ബേബി കോ തോ ഇസ് സാൽ ഹോസ്റ്റൽ മേ ഡാൽ ദിയാ ഹേ. ഇനി ബേബി പോമലേനാണെങ്കിലോ ഈ വർഷം ഹോസ്റ്റലിലാക്കി. കോയി റാണി അംക സ്കൂൾ ഹേ, അതായത് പെൺകുട്ടികളുടെ സ്കൂളാണ്. ബാബ യഹി ഹേ, ഈ ചോട്ട ബാബ, അത് ചോട്ട ലടുക്ക, വഹ് ഗർമേ ഹേ. അപ്പോൾ ആൺകുട്ടി വീട്ടിലുണ്ട്, ഒരു 8 साल का ചോട്ട ബാബ ഹേ. പെൺകുട്ടിയാണെങ്കിലോ പോമല 13-14 साल का.
ലഡ്കി ഹെ. അപ്പോൾ പറയുന്നത് ബാബ യഹി ഹെ, ബാബ ഇവിടെ ഉണ്ട്. സ്കൂൾ സേ 3:30 ബജെ ആത്താ ഹെ, അപ്പോൾ സ്കൂളിൽ നിന്നൊരു 3:30 ആകുമ്പോൾ അവൻ വീട്ടിലെത്തും. ബാപ് രേ ക്യാ ലഡ്കാ ഹേ, എന്തൊരു ചെക്കനത്, ഇത്ര മസ്തിഖോർ യാനെ ഇത്ര മസ്തിഖോർ. എന്താ പറയുക, അത്ര എന്താ പറയുക, വളരെയധികം സുഖലോലുപതയിൽ അത്രയും സുഖകരമായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, അത്രയും അഡിക്റ്റായിട്ട്, അതായത് ക്രിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ അതും കണ്ട് അങ്ങനെ ഇരിക്കും, ടി വി നോക്കിയിരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. ആ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അപ്പോൾ ടി വി വെച്ചിട്ടാണ് അവൻ്റെ ഫുൾ ടൈം കളി, ടി വിയിൽ നോക്കിയിരുന്നത്. ക്രിക്കറ്റ് കളി, ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭ്രാന്തായിട്ട് നടക്കുന്ന ചെക്കനാണ്. സ്കൂൾ സേ ആത്തെ ഹി ബിസ്ത കാപ്പി ഏക് തരഫ് ഫേങ്കർ ടി വി ദേഖ്ന ചാലു. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞൊരു 3-3:30 എത്തും. എത്തിക്കഴിഞ്ഞ അവൻ്റെ പരിപാടി ഇതാണ്. എത്തിക്കഴിഞ്ഞ ഉടൻ തന്നെ ബാഗും സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, പാത്രങ്ങളൊക്കെ എന്ത് ചെയ്യും, ഏക് തരഫ് ഫേങ്കർ, ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ടി വി ദേഖ്ന ചാലു, ടി വി കാണാനായിട്ട് തുടങ്ങും. ടി വി മേ ബി ക്യാ വോ ക്രിക്കറ്റ്, ടി വിയിൽ എന്താ കാണുന്നത്, ക്രിക്കറ്റാണ് കാണുന്നത്. ഹർ വക്ത് ക്രിക്കറ്റ് ക്രിക്കറ്റ്, എല്ലാ സമയത്തും ക്രിക്കറ്റ് തന്നെ. ടി വി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ടി വി വയ്ക്കുക, ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുക. ഏ ടി വി വാലേ ബി കുച്ച് കം നഹി ഹേ, ടി വിക്കാരും ഒട്ടും മോശമല്ല. ഹർ വക്ത് ക്രിക്കറ്റ് ദിക്കാത്തേ രഹത്തെ, ടി വിക്കാരെന്താ ചെയ്യുന്നത്, എല്ലാ സമയത്തും ക്രിക്കറ്റിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അവരൊട്ടും മോശമല്ല. ബच्चे പഠേംഗെ ക്യാ, ബീച്ച് ബീച്ച് മേ കുച്ച് കം ഹോ ഗയാ ഹേ, ചെക്കൻ പഠിക്കുമോ കുട്ടി, ബच्चे പഠേംഗെ ക്യാ ബീച്ച് മേ കുച്ച് കം ഹോ ഗയാ, ഇടയിൽ കുറച്ച് പഠിക്കാൻ കുറവാകും ചെയ്തു, മോശമാവുകയും ചെയ്തു. അബി കുച്ച് ദിനോ പഹലെ പക്കട്ടെ ഗയേ ഥേന, കുറച്ച് ദിവസം മുമ്പാണ് പിടിച്ചത്. മഗർ അബ് ഫിർ ചാലു ഹോ ഗയാ ഹേ, വീണ്ടും അതുപോലെ തന്നെ വീണ്ടും ക്രിക്കറ്റ് വയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അരേ റൗക്കി ബാബ ക്യാ ക്രിക്കറ്റ് കേൾത്താ ഹേ, ക്യാ ക്രിക്കറ്റ് കേൾത്താ ഹേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പാലും ബിസ്ക്കറ്റും സാധനങ്ങൾ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കണം, ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കണം. ഐസ കേൾത്താ ഹേ, അങ്ങനെ ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജബ് വോ ബോൾ ഫേങ്ക്താ ഹേ തോ ഐസേ കേച്ച് ലേഗാ, കബി ഇധർ സേ കബി ഉധർ സേ. അപ്പോൾ അവൻ ബോൾ ഇങ്ങനെ എറിയുന്നുണ്ട്, ഐസേ കേച്ച് ലേഗ, എങ്ങനെ പിടിക്കും, ചിലപ്പോൾ ഇവിടെ നിന്നാകും പിടിക്കുക, ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും പിടിക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ സക്കുബ എന്ത് ചെയ്യും, മ്യൂസ്കെ പീച്ച് ഭക്തി, ഞാൻ അവൻ്റെ പിന്നാലെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കാണും, ക്രിക്കറ്റ് കളിക്കലാണ് അവൻ്റെ പണി. അപ്പോൾ അവന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സക്കുബായി കളി പഠിക്കണം. ചിലപ്പോൾ കേച്ച് എടുക്കുന്ന സമയമായിരിക്കും, ചിലപ്പോൾ ഈ ഭാഗത്തു നിന്നായിരിക്കും അപ്പം ഇങ്ങോട്ട് ഓടണം, അപ്പുറത്തു നിന്നാണെങ്കിൽ അങ്ങോട്ട് ഓടണം. അങ്ങനെ സക്കുബായി ഈ കുട്ടിയുടെ പിന്നാലെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ബാബാ റൗക്കി ബാബാ ദൂത് പീലോ, റൗക്കി ബാബയെ വിളിച്ചിട്ട് പാൽ കുടിക്കാൻ പറയുന്നുണ്ട്. റൗക്കി ബാബ ദൂത് പീലോ, റൗക്കി ബാബ ബിസ്ക്കറ്റ്, റൗക്കി ബാബ ബിസ്ക്കറ്റ്. അപ്പോൾ പിന്നാലെ ഓടി നടക്കേണ്ട അവസ്ഥയാണ് ക്രിക്കറ്റ് കളി കാരണം. ഇവിടേക്ക് ചെല്ലുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കേച്ച് പിടിക്കാൻ പോകും, അപ്പോൾ അങ്ങോട്ട് പോകണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സക്കുബായി. പാൽ കുടിക്കുകയും ബിസ്ക്കറ്റ് കഴിക്കുന്നിട്ട് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. अरे बाबा रॉकी बाबा को एक गिलास दूध और 4 बिस्किट खिला दिए तो സക്കുബായി ने बहुत बड़ा काम कर दिया. പറയണേ, എൻ്റെ ഈശ്വര, ഇവിടെ ഈ റൗക്കി ബാബയ്ക്ക് ഒരു ഗ്ലാസ് പാൽ കൊടുക്കാനും 4 ബിസ്ക്കറ്റ് തേറ്റിക്കാനായിട്ട് സക്കുബായി വളരെ വലിയ പണി ഇവിടെ ചെയ്യേണ്ടി വരികയാണ്. ആർ ഹമാരെ ബച്ചേ, ഇപ്പം ഞങ്ങളുടെ കുട്ടികളാണെങ്കിലോ, ഹമാരെ ബച്ചോംക്കാ, നമ്മുടെ കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യുക, ഹമാരെ ഹാത്ത് മേ ഏക് ഗിലാസ് ദൂത് ഓർ 4 ബിസ്ക്കറ്റ് ഹോ തോ ഹമാരെ 10 ബച്ചേ ഹമാരെ പീച്ചെ ദൗടേങ്കെ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും 4 ബിസ്ക്കറ്റും കയ്യിലുണ്ടെങ്കിൽ എൻ്റെ ഒരു 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളും പിന്നാലെ ഓടുന്ന പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ റൗക്കിയുടെ പിന്നാലെ സക്കുബായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സക്കുബായി വിചാരിക്കുകയാണ്, എൻ്റെ മക്കളാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും 4 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും. സക്കുബായി പറയണേ, എൻ്റെ മക്കളൊക്കെ എൻ്റെ പിന്നാലെ വരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ് നടക്കുന്നത്. ഏ സക്കിയ ആയി ദേന ബല ദേ ദേന ആയി ദേ ദേന ദേന ദേ ദേന ആയി സക്കുയ ഏ ആയി. അപ്പോൾ
സക്കുബായി പറയണേ എൻ്റെ കയ്യിലൊരു ഒരു ഗ്ലാസ് പാലും 4 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ പിന്നാലെ തായോ തായോ എന്നുകൊണ്ട് പിന്നാലെ ഓടി വരുമായിരുന്നു പറയുന്നത്. സാരെ ബच्चे മേരെ പീച്ചെ പീച്ചെ, എല്ലാ കുട്ടികളും എൻ്റെ പിന്നാലെ ഓടി വരും. മേ ബാബാക്കോ യഹി പീച്ചെ ബഗൽ മേ ട്യൂഷൻ के लिए छोड़ती और शाम को लेकर आती. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഈ റൗക്കീനെയും കൊണ്ട് പിന്നിൽ സൈഡിലൊരു വീട്ടിലവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അവിടെ കൊണ്ടുപോയി ആക്കും, വൈകിട്ട് തിരിച്ചു കൊണ്ടുവരും ചെയ്യും. फिर खाना बना के साहब मैम साहब को वेट करते. പിന്നീട് ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ട് സാറിനെയും മാഡത്തിനെയും കാത്ത് വെയിറ്റ് ചെയ്തവിടെ ഇരിക്കും. 7:30 ബജെ സാഹബ് ഓർ മാം സാഹബ് ആത്തെ. ഒരു 7:30 ആകുമ്പോൾ സാറും മാഡം കൂടിയിട്ട് വരും. ഫിർ മേരി ചുട്ടി, പിന്നെ ഇവിടെ നമ്മുടെ സക്കുബായി ഫ്രീ ആയി, വീട്ടിലേക്ക് പോകാം. ആജ് 15 ബർസേ യഹി സിന്ദഗി ജീത്തി മേ. ഇപ്പോൾ ഒരു 15 വർഷമായിട്ട് ഇങ്ങനൊരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. അപ്പോൾ സക്കുബായി തന്നെ ഇവിടെ പറയുന്ന കഥകളാണ്. ഇവിടെ നമ്മളെ സക്കുബായി നിൽക്കുന്ന ഹൗസ് ഓണറിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, കിഷോർ കപൂറാണ്. അതുപോലെ പൂജ കപൂർ, 2 മക്കളുണ്ട്, ബേട്ടിക്ക നാം കോമല, ബേട്ടക്ക നാം റൗക്കി. ഇനി സക്കുബായി का एक बेटी है, സക്കുബായി का एक बेटी है, बेटी का नाम है സായിലി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.